ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണു. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പം ഞാൻ ഗുരുവായൂർ അമ്പല നടയിലാണ് കേട്ടോ. ഈ ഗുരുവായൂർ അമ്പല നടയിൽ നമ്മുടെ ഒരു കൂട്ടുകാരിനെ കണ്ടുമുട്ടി. അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ കണ്ടുമുട്ടുകയാണ്. ഈ കൂട്ടുകാരിനെ നമ്മുടെ യൂട്യൂബിൽ എല്ലാ കൂട്ടുകാർക്കും അറിയുണ്ടാവും. നമുക്ക് യൂട്യൂബ് മുഖേന ഒരുപാട് കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട്. അതിലൊരു കൂട്ടുകാരിയാണ് സുനിത കിച്ചൺ വേർഡിലെ സുനിത കേട്ടോ. അപ്പോൾ സുനിതയുടെ മോളുടെ കല്യാണമായിരുന്നു, ഗുരുവായൂർ വെച്ചിട്ടായിരുന്നു. സുനിത ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവരുടെ വീടിൻ്റെ അവിടേക്കൊക്കെ പോകാനായിട്ടും മണ്ഡപത്തിലേക്ക് നമുക്ക് ബാക്കി ചടങ്ങുകളൊന്നും കാണാൻ പോകാനായിട്ട് പറ്റിയില്ല, കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ ഗുരുവായൂർ വെച്ചിട്ടൊക്കെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഗുരുവായൂരിലേക്ക് എത്തിച്ചേർന്നു കേട്ടോ. അതെനിക്ക് എത്തണം എന്നുള്ളൊരു ഇഷ്ടം, ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എത്തിപ്പെടാനും കാണാനൊക്കെ സാധിച്ചു. ഇതാണ് മോളും ഹസ്ബൻഡും. ഉണ്ണിമായ എന്ന മോളുടെ പേര്, ആദർശ് എന്നാണ് ഹസ്ബൻഡിൻ്റെ പേര്. ഇനിയിപ്പോൾ അങ്ങനെ പറയാമല്ലോ. അപ്പോൾ ഞാനും സുനിതയും വീഡിയോയും ഫോട്ടോ ഒക്കെ ഒന്ന് എടുത്തു. അവിടെ വീഡിയോസ് ഒന്നും എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ കാരണം എനിക്ക് പറ്റുന്ന പോലെ, അതുപോലെ ഫോട്ടോഗ്രാഫേഴ്സ് ചുറ്റും നിന്നിട്ട് കല്യാണത്തിൻ്റെ വീഡിയോസൊക്കെ എടുക്കുന്ന കാരണം കൊണ്ടും നമുക്ക് കൂടുതലായിട്ടൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. എന്നാലും പറ്റുന്ന പോലെ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ പങ്കുവെക്കുന്നുണ്ട്. പച്ച ഷർട്ട് കാണുന്ന സുനിതയുടെ ഹസ്ബൻഡ്. അപ്പോൾ അവർ വരുന്ന സമയത്ത് അവർ വരുന്നതിനൊക്കെ തൊട്ട് മുൻപാണ് എത്തിയത്. മണ്ഡപത്തിൻ്റെ അവിടെ തന്നെ നമ്മളോട് വെയിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മണ്ഡപത്തിൻ്റെ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. അതിനുശേഷം സുനിത വന്നിട്ട് എന്നെ വിളിച്ചു, കണ്ടു. ഞങ്ങൾ കണ്ടുമുട്ടിയപ്പോഴുള്ളൊരു സന്തോഷം, അതുപോലെ തന്നെ എല്ലാവരും നമുക്ക് അറിയുന്ന പോലെയാണ് സുനിതയുടെ ചേച്ചിമാരെല്ലാം 3 ചേച്ചിമാർ നമ്മൾ പരിചയപ്പെട്ടു കേട്ടോ. അതിൽ ദേവകി ചേച്ചീനെ പിന്നെ ഒരുവിധം യൂട്യൂബിൽ എല്ലാവർക്കും അറിയാം. 3 പേരെന്നെ അറിയും. എന്നാലും ദേവകി ചേച്ചി പ്രത്യേകം എല്ലാവർക്കും കമൻറ്റുകളൊക്കെ ഇടുന്ന കാരണം അറിയാം. അപ്പോൾ അങ്ങനെ മണ്ഡപത്തിലേക്ക് കയറുകയാണ് അവർ. ചടങ്ങ് തുടങ്ങുകയാണ്. പിന്നെ അമ്പലത്തിൽ നമുക്ക് ഗുരുവായൂർ അമ്പലത്തിൽ പോയെങ്കിലും തൊഴാനൊന്നും പറ്റിയില്ല. അത്രയ്ക്കും നല്ല തിരക്കായിരുന്നു. ഉദയാസ്തമന പൂജയും പിന്നെ വേറെ എന്തൊക്കെയോ വിശേഷാൽ പൂജകളും ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് 10 മിനിറ്റ് കൂടുമ്പോൾ ദർശനത്തിന് ആൾക്കാരെ കടത്തി വിടണുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തൊഴാനൊന്നും പറ്റിയില്ല. എന്നാലും പുറത്ത് നിന്ന് കൊടിമരത്തിൻ്റെ ചുവട്ടിൽ നിന്നിട്ട് തൊഴുതിട്ട് പോകുന്നു. നമ്മൾ ഇവിടുന്ന് വണ്ടിയൊക്കെ വിളിച്ചിട്ടാണ് പോയത്. പിന്നെ അത്ര നേരം നമുക്ക് വെയിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ ഗുരുവായൂരപ്പം വിചാരിക്കണം, എങ്ങനെയൊക്കെ എന്തൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ചെന്നേച്ചാലും നമ്മുടെ ഉണ്ണിക്കണ്ണൻ വിചാരിക്കാതെ ഉണ്ണിക്കണ്ണനെ കാണാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ണിക്കണ്ണനെ കണ്ടില്ല. എന്നാലും പുറത്ത് നിന്ന് തൊഴുതു. അതിന് ശേഷം കല്യാണമൊക്കെ കണ്ടു. കല്യാണത്തിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ എൻ്റെ കൂട്ടുകാർക്കായിട്ട് പങ്കുവെക്കുകയാണ്. അപ്പോൾ എനിക്ക് അത് പങ്കുവെച്ചപ്പോൾ ഒരു സന്തോഷം അല്ലേ. സുനിതയുടെ മോളുടെ കല്യാണത്തിന് കൂടാനും ഇസുനിതയെ കാണാനും സുനിതയുടെ വീട്ടുകാരെ പരിചയപ്പെടാനും എല്ലാവർക്കും നമ്മൾ പരസ്പരം കണ്ടില്ലെങ്കിലും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ കല്യാണം കുറച്ചൊക്കെ ഇങ്ങനെ പങ്കുവെക്കാം കേട്ടോ. ഈ ഫോട്ടോഗ്രാഫേഴ്സ് നിൽക്കണ കാരണമാണ് കൂടുതലായി. ഇത് സുനിതയുടെ മോനാട്ടായി മെറൂൺ ഷർട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പങ്കുവെച്ചു, കണ്ടു. ഇനി നിങ്ങൾ കണ്ടിട്ട് വരൂ കേട്ടോ.